ഞാനും ശ്രീയും നമ്മൾ സമ്മർ ഫുഡ് ഫെസ്റ്റ് എടുക്കുന്നിടത്ത് പോവാണ്. വേറെ എവിടെയല്ല, നമ്മൾ ബർമിംഗ്ഹാം തന്നെ. നമ്മൾ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ട്, നമ്മൾ ജിസിയും ശില്പേച്ചും. അപ്പോൾ അവർ രണ്ടാളും ഷ്രൂസ്ബറിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെത്തുന്നൊരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. സോ നല്ല ട്രാഫിക് ആയിരുന്നു ഗൈസ്. ഫൈനലി നമ്മൾ എത്തി ഗൈസ്. നമ്മളിപ്പോൾ നമ്മളെ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്, ഞാനും ശ്രീയും. സോ ഇതിന്ന് നേരെ തൊട്ടപ്പുറത്താണ് നമ്മളെ പ്രൈമർക്ക്. അപ്പം അതിൻ്റെ ഉള്ളിൽ ബ്യൂട്ടി സെക്ഷനിലാണ് നമ്മളെ ജിസിയും ശില്പേച്ചും ഉള്ളത്. അങ്ങനെ വരാൻ കൊണ്ടോ. സാറ്റർഡേ സൺഡേ ആയാലും ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഗൈസ്. ഭയങ്കര റഷായിരിക്കും. പിന്നെ നമ്മൾ പോയത് നല്ല ടൈമായിപ്പോയി. ഓറിയോൻ്റെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു ഓറിയോൻ്റെ. അങ്ങനെ നമുക്ക് കിട്ടി 2 എണ്ണം. സോ അതിൽ വാങ്ങിച്ചു പോയി. അവർ രണ്ടുപേരും കണ്ടു. ഭയങ്കര ഹാപ്പി അവരെ കണ്ടപ്പാട്. ഏകദേശം ഒരു 2-3 വീക്കായി കണ്ടിട്ട് സന്തോഷമായി. എവിടെ നിന്നും തുടങ്ങണമെന്നുള്ള ഡിസ്കഷനിലായിരുന്നു നമ്മള്. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഫുള്ള് ഷോപ്സ് ആയിരുന്നു. എല്ലാതരം ഷോപ്സ് ഉണ്ട്. ഈവൻ ഫുഡ്സിന്റെ ആണെങ്കിലും ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസിന്റെ ആണെങ്കിലും. ഇതെല്ലാം എന്ത് രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിട്ട്. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡും കൂടി കണ്ടു. പിന്നെ ഫുഡാണ് നമ്മൾ വാങ്ങിക്കാണ്ടൊക്കെ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റാ വാങ്ങിച്ചത് ചോറോസ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതാണ് നല്ല ക്രിപ്സിയും അതേപോലെ തന്നെ ന്യൂട്രലിന്റെ ഷുഗറിന്റെ എല്ലാം ടേസ്റ്റ് അല്ലേ, അടിപൊളി. അതേറ്റ് നമ്മൾ എന്താക്കി, നല്ല ക്യൂട്ടായിട്ടില്ല കുറച്ച് കീച്ച വാങ്ങിച്ചു നമ്മളെ ബാഗിന് വെക്കാൻ വേണ്ടിട്ട്. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. കണ്ടിട്ട് തന്നെ വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു 2 എണ്ണം. പിന്നെ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഗൈസ്, കൊറിയൻ കോണ്ടോക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് ആ ഷോപ്പിലായിരുന്നു ഉണ്ടായത്. ആ തിരക്ക് കണ്ടിട്ട് നമ്മൾ 4 പേരും കൂടി പോയി. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ക്രിപ്സി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ എൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ അത്ര തിരക്കായിട്ട് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അത്ര റഷ് ആയതുകൊണ്ട് ഇൻ കേസ് ഫോണോ മറ്റോ മിസ്സായാലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ്. അതിൻ്റെ നമ്മൾ നേരെ ട്രൈ ചെയ്ത് മോമോസ് ആയിരുന്നു. നല്ല അടിപൊളി ചൂട് മോമോസ് ആയിരുന്നു. വലിയ പീസായിരുന്നു. അത് നമ്മൾ വായിൻ്റെ അകത്ത് പോകുന്നുണ്ടായിട്ട് അത്രയും വലുതായിരുന്നു. നല്ല ചൂടായിട്ട് മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ സൂപ്പാണെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെ മോമോസ് എല്ലാം കഴിച്ചിട്ട് പിന്നെ 2-3 ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ ഫോണൊന്നും പുറത്തെടുത്തിട്ടില്ല, എങ്ങാനും മിസ്സായാലോ. അങ്ങനെ കഴിച്ച എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. നല്ല അന്നത്തെ ഡേ നല്ല എൻജോയ് ചെയ്തു. നമ്മുടെ സമ്മർ ഫെസ്റ്റ് കിടുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എച്ചാൻ്റമ്മ പോയി കുറച്ച് ഡ്രസ്സെല്ലാം നോക്കാൻ വിചാരിച്ചു. പക്ഷെ ഡ്രസ്സൊന്നും നോക്കിയില്ല. നമ്മളാണെങ്കിൽ കുറച്ച് മിറർ സെൽഫിയും അങ്ങനെ ആടില്ല കുറച്ച് സാധനങ്ങൾ എടുത്ത് നോക്കി. പിന്നെ ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ക്യാപ്പും പിന്നെ സൺഗ്ലാസ് എല്ലാം ഇട്ടിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടുന്ന് എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. സോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലായിടത്തും ചുറ്റി കറങ്ങി നടന്ന് നമ്മൾ ലാസ്റ്റ് പോവാണ്. സോ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാന്ന്. എന്റെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ സ്റ്റാർബക്സ് പോയി ഒരു തിറാമിസോ ഫ്രാപ്പിച്ചിനോ എല്ലാം കുടിച്ചിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ജിസേന്റെയും ശില്പേച്ചിന്റെ ട്രെയിനിന്റെ ടൈമായി. അങ്ങനെ അവര് പോയി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ എല്ലാവരും ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ. ബൈ.